Hello everyone. Today we are going to study about the automobile engineering class 1C. Okay. So ME14 606 automobile engineering class 1C അതായത് മൊഡ്യൂളിലെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. സ്റ്റിയറിംഗ് ഗിയർ ബോക്സിനെ കുറിച്ചും അതിൻ്റെ ടൈപ്സിനെ കുറിച്ചും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് റേഷ്യോനെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ എന്താണ് സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ സ്റ്റിയറിംഗിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണ് വരുന്നത്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ദി സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ് ആൻഡ് ഓൾസോ എന്താണ് ഈ സ്റ്റിയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് എക്സാക്ട്ലി ദ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ആൻഡ് ടൈപ്സ്. ഓക്കെ, സോ സ്റ്റിയറിംഗ് വീൽ സാധാരണയായിട്ട് നമ്മൾ വിച്ച് ഇസ് ഡയറക്ട്ലി കണക്ട് ടു സ്റ്റിയറിംഗ് ഗിയർ ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. whose main function is to convert the rotary motion of the steering wheel to oscillatory motion of the pitman arm. ഓക്കെ, സോ നമുക്ക് സാധാരണഗതിയിൽ ഒരു സ്റ്റിയറിംഗ് വീലുണ്ട്. ഈ സ്റ്റിയറിംഗ് വീൽ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗിയറിലേക്കാണ് നമ്മളിതിനെ ഈ ഒരു സ്റ്റിയറിംഗ് അതായത് റോട്ടറി മോഷൻ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ റോട്ടറി മോഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പിറ്റ്മാൻ ആമിൽ ഒരു ഓസിലേറ്ററി മോഷനായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദിസ് മോഷൻ ഈസ് ട്രാൻസ്ഫർ ടു ദ ടയർ റോഡ് ആൻഡ് ത്രൂ ദ ഡ്രാഗ് ലൈൻ and which moves the tire rod left or right and depending upon the steering wheel input. സോ അത് കഴിഞ്ഞതിന് ശേഷം ഈ പിറ്റ്മാൻ ആം എന്ത് ചെയ്യുന്നു, അതിൻ്റെ ആ ഒരു ഓസിലേറ്ററി മോഷനെ ടയർ റോഡിലേക്ക് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ടയർ റോഡിൽ വെച്ച് അതെന്ത് ചെയ്യും, ലെഫ്റ്റിലേക്കോ അല്ലെങ്കിൽ റൈറ്റിലേക്കോ എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതെന്ത് ചെയ്യും, ആ സ്റ്റിയറിംഗ് വീലിൻ്റെ ഇൻപുട്ടിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അത് വീലിനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആക്ച്വലി. ഓക്കെ, സോ ടയർ റോഡ്സ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് പിവോട്ട്സ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. വീൽസിൽ പിവോട്ട്സ് ഉണ്ടായിരിക്കും, അതായിട്ടാണ് ഈ ടയർ റോഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ബേസിക്കലി ഇത് മെക്കാനിസം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന സ്റ്റിയറിംഗ് വീല് ആക്ച്വലി അതൊരു സ്റ്റിയറിംഗ് ഗിയറിലേക്ക് കണക്ട് ചെയ്യുന്നു. ആ ഗിയർ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ മാതിരി ഒരു പിറ്റ്മാൻ ആമുമായിട്ട് കണക്ട് ചെയ്യുന്നു. ആ പിറ്റ്മാൻ ആമാണ് ടയർ റോഡുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ടയർ റോഡ് അതെന്ത് ചെയ്യും, നേരെ നമ്മുടെ അതായത് നമ്മളുടെ പിവോട്ട്സായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ പിവോട്ട്സിനനുസരിച്ച് ഇത് വീൽസ് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദ മെക്കാനിസം ഓഫ് സ്റ്റിയറിംഗ് റിമെയിൻസ് സെയിം ഇൻ ഓൾ ദി സ്റ്റിയറിംഗ് സിസ്റ്റംസ്, ബട്ട് ദി ഡിഫറൻസ് ക്യാൻ ബി സീൻ ഇൻ ദ ടൈപ്പ് ഓഫ് ഗിയറിംഗ് അറേഞ്ച്മെൻറ്റ് യൂസ്ഡ് ഇൻ ദ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്. This the type of gearing mechanism is used in the automobile power are given below. Okay, so സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെക്കാനിസം എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് മെക്കാനിസത്തിൽ എല്ലാ സ്റ്റിയറിംഗ് സിസ്റ്റത്തിലും ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ സ്റ്റിയറിംഗ് ഗിയർ ബോക്സിനനുസരിച്ചാണ് അതിൻ്റെ എല്ലാ മെക്കാനിസവും വേറിട്ട് നിൽക്കുന്നത്. ഓക്കെ, പക്ഷേ ഏതൊക്കെയാണ് ആ കോമൺ ടൈപ്പ് ഓഫ് റാക്ക് ആൻഡ് പിനിയൻ ടൈപ്പ് അല്ലെങ്കിൽ റീസർക്കുലേഷൻ ബോൾ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ ഉപയോഗിക്കുന്നത് റാക്ക് ആൻഡ് പിനിയൻ സ്റ്റിയറിംഗ് എന്ന് പറയുന്ന മെക്കാനിസമാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്കൊരു ഫിഗർ കാണാം. ഓക്കെ, ഈ ഫിഗറിൽ ഒരു സ്റ്റിയറിംഗ് കോളം ഉണ്ട്, അതുപോലെ തന്നെ ഒരു സ്റ്റിയറിംഗ് ഷാഫ്റ്റ് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു സ്റ്റിയറിംഗ് കോളം കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു സ്റ്റിയറിംഗ് ഷാഫ്റ്റ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണുന്നതാണ് ഇതിൻ്റെ ഈ രൂപം, ഇതിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നതാണ് ഒരു പിനിയൻ. ഈ ഒരു പോയിന്റിൽ ഒരു പിനിയൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു റാക്ക് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ഇതിനടുത്ത ഫിഗറിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ കാണുന്ന ജോയിൻസിനെ നമുക്ക് ടയറോഡ് എന്ന് പറയുന്നത്, ഇവിടെയുള്ള ഈ ജോയിൻസിനാണ് നമുക്ക് ടയറോഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ജോയിൻസാണ് ഇവിടെയും, അതുപോലെ തന്നെ ഒരു ജോയിൻറ്റ് ഇവിടെയും ഉണ്ടായിരിക്കും. ഓക്കെ, ഈ മൊത്തം റോഡിനെയാണ് നമ്മൾ ടയറോഡ് എന്ന് പറയുന്നത്. അതിൽ ഒരു ജോയിൻറ്റ് ഇവിടെ ഉണ്ടായിരിക്കും, ഒരു ജോയിൻറ്റ് ഈ എൻഡിലുണ്ടായിരിക്കും. ഈ എൻഡിലുള്ളതിനാണ് നമ്മൾ പിറ്റ് ആം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിവോട്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിവോട്ട്സ്, ഈ ജോയിൻസുകളാണ് പിവോട്ട്സ് എന്ന് പറയുന്നത്. സോ ഈ കാണുന്ന നിങ്ങളുടെ തൈറോയ്ഡ് എന്ന് പറയുന്നത് തൈറോയ്ഡ് ജോയിൻസ് ആണ്. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ അകത്തുണ്ടാവുന്നതാണ് റാക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ മെക്കാനിസം നിങ്ങൾക്ക് ഇവിടെ താഴത്ത് കാണാൻ സാധിക്കും, ഈ ഒരു റാക്കിനെയും അതുപോലെ തന്നെ പിനിയനെയും. ഓക്കെ, സോ ഇവിടെ ഞാനൊരു QR കോഡ് വെച്ചിട്ടുണ്ട്. ഈ മെക്കാനിസം അഥവാ നിങ്ങൾക്ക് വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആനിമേഷൻ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ റൈറ്റ്, ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ റാക്ക് ആൻഡ് പിനിയൻ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. ദ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ പിനിയൻ അറ്റാച്ച്ഡ് ടു ദി സ്റ്റിയറിംഗ് ഷാഫ്റ്റ് which measures the flat rack on the drag line. Okay, the pinion impart left or right motion to the rack, which causes the tire rods to move the road wheels consequently. So the system, ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, അതായത് റാക്ക് ആൻഡ് പിനിയൻ സ്റ്റിയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്, അതിൽ നമ്മൾ ഒരു സ്റ്റിയറിംഗ് ഷാഫ്റ്റ് ഉണ്ടായിരിക്കും. ഈ ഷാഫ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിനിയൻ ആയിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ടാവുക.
ഈ പിനിയൻ ഒരു ഫ്ലാറ്റ് റാക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ പിനിയനും റാക്കും. റാക്ക് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഒരു ഗിയർ പോലത്തെ ഒരു ലോങ് റോഡാണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഒരു പിനിയൻ മെക്കാനിസം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ റാക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് ഓർ റൈറ്റ് എന്നുള്ള മൂവ്മെൻ്റ് ആണ് ഇതിൽ കാണിക്കുന്നത് റാക്കിന്. ഓക്കെ, സോ ഈ ഗിയർ നമ്മൾ സ്റ്റിയറിംഗ് ഗിയർ തിരിക്കുന്ന സമയത്ത് ഈ ഗിയർ, അതായത് പിനിയൻ ഗിയർ ഇവിടെ റൊട്ടേറ്റ് ചെയ്യും. അതിനനുസരിച്ച് ഈ ഒരു റാക്ക് മുന്നോട്ടും ബാക്കോട്ടേക്കും മൂവ് ചെയ്യും. സോ ആ മൂവ്മെൻറ്റിനനുസരിച്ച് ഈ ടയർ റോഡ് എന്ത് ചെയ്യും, ഇതിനെ മൂവ്മെൻറ്റ് ഉണ്ടാക്കും. ആ മൂവ്മെൻറ്റ് അനുസരിച്ചാണ് നമ്മൾ വീൽസ് ലെഫ്റ്റ് ഓർ റൈറ്റ് മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, റൈറ്റ്. സോ ദിസ് മെക്കാനിസം ഇസ് യൂഷ്വലി നമ്മൾ സാധാരണയായിട്ട് എല്ലാ കാറുകളിലും നമ്മൾ ഈ ഒരു മെക്കാനിസമാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതിൽ കുറച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് നമ്മൾ കൊടുക്കാറുണ്ട്. ആ ഇമ്പ്രൂവ്മെൻറ്റ്സ് അനുസരിച്ച് ബെസ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ ഇവിടെ കൊടുക്കാറുണ്ട്. ഇൻ ഏർലി സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ടൈറ്റ് ആയിരിക്കും ഈ സ്റ്റിയറിംഗ് സിസ്റ്റം യൂസ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അതിനുശേഷം ഡാവിസ് എന്ന് പറയുന്ന, അതായത് ഫ്രാൻസിസ് ഡാവിസ് എന്ന് പറയുന്ന ആൾ ഒരു പവർ സ്റ്റിയറിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒരു വളരെയധികം എളുപ്പത്തിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഇതിൻ്റെ വീൽ റൊട്ടേഷൻ, അതായത് കാരണം നിങ്ങൾക്കറിയാം വീൽ എന്ന് ടയറിൻ്റെ സൈസ് അല്ലെങ്കിൽ ടയറിൻ്റെ ഫ്ലാറ്റ്നെസ് ശരിക്കും പറഞ്ഞാൽ റോഡുമായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ ചെറിയൊരു വീൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അതായത് വീല് വളരെയധികം ഫ്ലാറ്റ് ആയിട്ടായിരിക്കും ഈ പറഞ്ഞ മാതിരി കിടക്കുന്നുണ്ടാവുക, റോഡുമായിട്ടുള്ള വളരെ ടച്ച് ആയിരിക്കും. സോ ഹെവി വീൽസിനൊക്കെ നമുക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, രണ്ട് വീൽസ് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ പവർ സ്റ്റിയറിംഗ് സിസ്റ്റം വന്നതിന് ശേഷം വളരെ എളുപ്പമായിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്ലാസ് നമ്മൾ പഠിക്കുന്നുണ്ട്, എന്തെങ്ങനെയാണ് പവർ സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. എന്നാൽ നമ്മൾ സെക്കൻഡ് ടൈപ്പ് പഠിക്കുകയാണ്. സെക്കൻഡ് ടൈപ്പ് വേം ആൻഡ് സെക്ടർ സ്റ്റിയറിംഗ് ഗിയർ. ഓക്കെ, വേം ആൻഡ് സെക്ടർ സ്റ്റിയറിംഗ് ഗിയർ. സോ ഈ ടൈപ്പിൽ ഈ മെക്കാനിസത്തിൽ നമ്മൾ ഒരു വേം വീൽ ഉണ്ട്, which is connected to a end of the steering shaft, and sector is mounted on one of the sector shaft. ഓക്കെ, സോ ഇവിടെ രണ്ട് ഷാഫ്റ്റ് ഉണ്ടായിരിക്കും. ഒന്ന് നമ്മളുടെ സാധാരണ സ്റ്റിയറിംഗ് വീലിൻ്റെ ഷാഫ്റ്റാണ്. ഈ ഷാഫ്റ്റിൻ്റെ എൻഡ് ഭാഗത്ത് നമ്മളൊരു വേം ഷാഫ്റ്റിനെ കണക്ട് ചെയ്യുകയാണ്. ഒരു വേം ഷാഫ്റ്റാണ് ഈ കാണുന്ന ഒരു വേം ഷാഫ്റ്റ്, അതിനെ കണക്ട് ചെയ്യുകയാണ്. അതുകൂടാതെ ഇവിടെ നമ്മളൊരു സെക്ടർ ഷാഫ്റ്റ് പറഞ്ഞൊരു ഷാഫ്റ്റ് ഉണ്ട്. അതായത് ഇതൊരു 90 ഡിഗ്രിയിലാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതൊരു പെർപ്പനിക്കുലറായിട്ട്, അതായത് നമ്മളൊരു വേം ഷാഫ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ താഴത്ത് കാണുന്ന ഈ ഒരു ബോൾ ഷേപ്പിലുള്ള ഇതിനെയാണ് നമ്മൾ സെക്ടർ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അതിലായിരിക്കും നമ്മളെ സെക്ടർ ഗിയർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് പെർപ്പനിക്കുലറായിട്ട് സെക്ടർ ഗിയർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, റൈറ്റ്. So the sector looks like a ball and the worm look like a gear actually in this photo. So the teeth of the worm meshes with the teeth of the sector. Okay, ഇതാണ് teeth of the worm. വേമിൻ്റെ ടീത്ത് എന്ന് പറയുന്ന ഈ ടീത്ത് ഈ സെക്ടറിൻ്റെ ടീത്തുമായിട്ട് മെഷ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. സോ നമുക്കൊരു ഫ്രീ പ്ലേ, അതായത് വേം ഈസ് മൗണ്ടഡ് ഓൺ ദ ബിയറിംഗ്. സോ ഇറ്റ് ഇസ് നോൺ ആസ് എ പിറ്റ്മാൻ ആം ഷാഫ്റ്റ്. ഇതിന് നമുക്ക് വേണമെങ്കിൽ പിറ്റ്മാൻ ആം ഷാഫ്റ്റ് എന്നും കൂടെ പറയാറുണ്ട് ആക്ച്വലി. ഓക്കെ, സോ ഇവിടെ വീൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു, ഈ ഒരു സെക്ടർ ഷാഫ്റ്റ്, അതായത് ഈ ഒരു സെക്ടർ ഗിയറും റൊട്ടേറ്റ് ചെയ്യും. സോ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മോഷൻ. സോ അതിനനുസരിച്ച് ഈ പറഞ്ഞ സെക്ടർ ഷാഫ്റ്റും റൊട്ടേറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് ക്രിയേറ്റ്സ് ദി റെവല്യൂഷൻ ആക്ച്വലി. ഓക്കെ, റൈറ്റ്. ഇനി അടുത്ത വരുന്നതാണ് വേം ആൻഡ് റോളർ സ്റ്റിയറിംഗ് ഗിയർ ആക്ച്വലി. ഓക്കെ, സോ വേം ആൻഡ് റോളർ ഈസ് സിമിലർ ടു ദ വേം ആൻഡ് സെക്ടർ ടൈപ്പ് ഓഫ് ദി സ്റ്റിയറിംഗ് മെക്കാനിസം. നേരത്തെ നമ്മൾ പഠിച്ച വേം ആൻഡ് സെക്ടർ ടൈപ്പ് ഓഫ് സ്റ്റിയറിംഗ് മെക്കാനിസത്തുമായിട്ട് ഏകദേശം സിമിലർ ആണ്. പക്ഷേ ഇവിടെ എ ടൂത്തഡ് റോളർ ഈസ് മൗണ്ടഡ് ഓൺ ദി റോളർ ഷാഫ്റ്റ്. ഈ റോളർ ഷാഫ്റ്റ്, ഇതാണ് റോളർ ഷാഫ്റ്റ് കിടക്കുന്നത്, ക്രോസ് ഷാഫ്റ്റ് ആണ്. സോ ഈ റോളർ ഷാഫ്റ്റിൽ നമ്മൾക്കൊരു ഒരു റോളർ, ഒരു ടൂത്തഡ് ആയിട്ടുള്ള ഒരു റോളറാണ് ഇവിടെ മൗണ്ട് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദിസ് വേം ആക്ച്വലി. ഓക്കെ, ഈ വേം വീലായിട്ട് അത് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ എന്താ സംഭവിക്കാം, ദ റോളർ ആൻഡ് ദ മോഷൻ ഈസ് ട്രാൻസ്മിറ്റഡ്. സോ ഇവിടെ ഉണ്ടാകുന്ന നമ്മുടെ ഈ റെവല്യൂഷൻ ആയിട്ടുള്ള മോഷൻ ഇവിടെയും നമുക്ക് റെവല്യൂഷൻ ആയിട്ടുള്ള ഒരു ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഈ ഷാഫ്റ്റിനും ആ മോഷൻ കിട്ടുന്നതാണ്. സോ ദ റോളർ ഈസ് മൗണ്ടഡ് ഓൺ എ ബോൾ ബിയറിംഗ് ആക്ച്വലി. സോ ഈസി ആയിട്ട് നമുക്ക് തിരിക്കാൻ വേണ്ടി നമ്മളൊരു ബോൾ ബിയറിംഗ് ഇവിടെ സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദ മെക്കാനിസം ഹാസ് എ ലോ ഫ്രിക്ഷൻ കമ്പയർഡ് ടു ദ വേം ആൻഡ് സെക്ടർ മെക്കാനിസം. നേരത്തെ നമ്മൾ പഠിച്ച വേം ആൻഡ് സെക്ടർ മെക്കാനിസത്തേക്കാൾ കുറച്ചും കൂടി ഫ്രിക്ഷൻലെസ് ആണ് ആക്ച്വലി ഈ ഒരു വേം ആൻഡ് റോളർ സ്റ്റിയറിംഗ് ഗിയർ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് വൈ ദ അമേരിക്കൻ പാസഞ്ചേഴ്സ് കാറിൽ അധികമായിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് റോളർ സ്റ്റിയറിംഗ് ഗിയർ ആണ്, വേം ആൻഡ് റോളർ സ്റ്റിയറിംഗ് ഗിയർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി. ഓക്കെ, റൈറ്റ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ക്യാം ആൻഡ് ലീവർ സ്റ്റിയറിംഗ് ഗിയർ എന്നാണ്. അതായത് മറ്റേ രണ്ടുമായിട്ടുള്ള എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ആക്ച്വലി ഈ ഒരു ക്യാം ആൻഡ് ലീവർ സ്റ്റിയറിംഗ് ഗിയർ എന്ന് പറയുന്നത്.
സോ ക്യാം ആൻഡ് ലീവർ ഗിയർ ഈസ് സിമിലർ ടു ദ വേം ആൻഡ് സെക്ടർ ഗിയർ മെക്കാനിസം. ഫസ്റ്റ് കണ്ട ഒരു വേം ആൻഡ് സെക്ടർ മെക്കാനിസമായിട്ട് ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട് ഫോർ ദിസ് ക്യാം ആൻഡ് ലീവർ സ്റ്റിയറിംഗ് ഗിയറുമായിട്ട്. സോ ഇവിടെ നേരത്തെ നമ്മൾ കണ്ട ആ വേമിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് നമ്മളിവിടെ ക്യാം യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ സെക്ടറിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ഒരു ലീവറായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. സോ ദ ക്യാം ഈസ് എൻഗേജ്ഡ് ബൈ ദ ബിയറിംഗ് ആൻഡ് ലീവർ. ഓക്കെ, ക്യാമിനെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ബിയറിംഗ് ആൻഡ് ലീവറുമായിട്ട് കണക്ട് ചെയ്യുന്നു ബൈ 2 സ്റ്റഡ് ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ദാറ്റ് ബൗണ്ടഡ് ഓൺ ദി ബിയറിംഗ്. സോ അതാണ് അതിൻ്റെ വെച്ചിരിക്കുന്നത്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവർ സ്റ്റിയറിംഗ് വീൽ ടേൺ ചെയ്യുന്ന സമയത്ത് സ്റ്റഡ് മൂവ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യും, അതായത് ഓസിലേറ്ററി മോഷൻ പോലെ ചെയ്യും സ്റ്റഡ്. ആ സമയത്ത് എന്ത് ചെയ്യും, ക്യാം എന്ത് ചെയ്യും, ആ ഒരു പിറ്റ്മാനെ ആമിനെ ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യും ആക്ച്വലി. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇതാണ് സ്റ്റിയറിംഗ് ഗിയർ ആക്ച്വലി വരുന്നത്. ആ സ്റ്റിയറിംഗ് ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഷാഫ്റ്റിലാണ് ഈ പറഞ്ഞ ക്യാം ഉള്ളത്. സോ ക്യാമിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു, ഈ ഒരു സ്റ്റഡ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു. സോ ഇത് ലീവർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതനുസരിച്ച്, ഈ ഒരു പിറ്റ്മാൻ ആം മൂവ് ചെയ്യുന്നതനുസരിച്ച് എന്താ സംഭവിക്കുന്നു, അതായത് ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു ലീവറും റൊട്ടേറ്റ് ചെയ്യുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. സോ ലീവർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീല് റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, റൈറ്റ്. ഫൈനലി ദ വേം ആൻഡ് നട്ട് ഗിയർ മെക്കാനിസം, സ്റ്റിയറിംഗ് മെക്കാനിസമാണ് അടുത്തത് പഠിക്കുന്നത്. സോ ഇവിടെ ഒരു നെറ്റ് നമ്മളെന്ത് ചെയ്യും, ഒരു വേം ആൻഡ് സ്ക്രൂ മെക്കാനിസമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, ഒരു നട്ട്. ഓക്കെ, അതിൻ്റെ ഫിഗർ ഞാനിവിടെ കാണിച്ചു തരാം. സോ ഇതാണ് അതിൻ്റെ ഫിഗർ ആക്ച്വലി. ഓക്കെ, യെസ്. സോ ഇവിടെ നമുക്കൊരു വേം ഉണ്ട്. ഈ വേമിലൊരു ഇതാണ് നമ്മുടെ ഗിയർ ബോക്സ്. ഈ ബോക്സിലൊരു നട്ടുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സപ്പോസ് ഈ ഒരു മെക്കാനിസം ഞാൻ പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് താഴത്ത് കാണുന്ന ഈ ഒരു യൂട്യൂബിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ജസ്റ്റ് കോപ്പി ചെയ്തും കണ്ട് നിങ്ങളുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു സിസ്റ്റത്തിൻ്റെ എനിവേ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സിസ്റ്റം ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള ഈ സ്മോൾ ഗിയർ ബോക്സ് ഉണ്ടല്ലോ, ഈ ഗിയർ ബോക്സ് മുകളിലേക്ക്, അതായത് ഈ നട്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന നട്ടാണ്. സോ ഈ നട്ട് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. ഈ നട്ട്, അതായത് ഈ നട്ടിൻ്റെ ഇവിടെ നമുക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഗ്രീൻ കളറിൽ കാണുന്ന ബോക്സ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് നടക്കുന്നു, ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് നടക്കുന്നു. സോ അതിനനുസരിച്ച് ഇവിടെ ഉണ്ടാകുന്ന ഈ വീൽ എന്ത് ചെയ്യും, ഇത് റൊട്ടേറ്റ് ചെയ്യും ആക്ച്വലി. ഈ വീല് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഇത് കംപ്ലീറ്റ് ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെ എത്തുന്ന സമയത്ത്, അതായത് ഈ ഗ്രീൻ ബോക്സ് ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെ എത്തുന്ന സമയത്ത് ഇതിൻ്റെ മൂവ്മെൻറ്റ് അപ്പ് ആൻഡ് ഡൗൺ ഒരു റെവല്യൂഷണറി മോഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത് ആക്ച്വലി. ഈ ഒരു ലീവർ റെവല്യൂഷണറി മോഷൻ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് പറയാം. സോ ദ നട്ട് ഈസ് മെഷ്ഡ് വിത്ത് എ വേം ആൻഡ് സ്ക്രൂ അപ്പ് ആൻഡ് ഡൗൺ റിലേറ്റീവ് ടു ദ മൂവ്മെൻറ്റ് ഓഫ് ദി വേം. ഓക്കെ, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റിനനുസരിച്ച്, അതായത് വേമിനനുസരിച്ച് ഒരു നട്ടിൻ്റെ ഈ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ ദ നട്ട് ഈസ് മെഷ്ഡ് വിത്ത് എ വേം ആൻഡ് സ്ക്രൂ അപ്പ് ആൻഡ് ഡൗൺ റിലേറ്റീവ് ടു ദ മൂവ്മെൻറ്റ് ഓഫ് ദ വേം. സോ ഇതിനെ നമുക്ക് റീസർക്കുലേറ്റിംഗ് ബോൾ ടൈപ്പ് എന്നും കൂടെ പറയാം. ഈ ഒരു മെക്കാനിസത്തെ നമുക്ക് റീസർക്കുലേറ്റിംഗ് ബോൾ ടൈപ്പ് മെക്കാനിസം എന്നും കൂടെ പറയാം. സോ ദ നട്ട് ഈസ് യൂസ്ഡ് വിത്ത് എ ബോൾ ആൻഡ് വിച്ച് റിഡ്യൂസസ് ദ ഫ്രിക്ഷൻ ആൻഡ് പവർ ലോസ്. സോ ഇവിടെ ഈ ഒരു നട്ട് യൂസ് ചെയ്ത് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിക്ഷനും അതുപോലെ തന്നെ പവർ ലോസും കുറയ്ക്കാൻ സാധിക്കും. സോ വിതൗട്ട് ഇൻക്രീസിങ് ദ ഫർദർ ഇംപേഷ്യൻസ് നമുക്ക് നോക്കാം, അതായത് ഇതിൻ്റെ പവർ നമുക്ക് ഈ ഒരു ടോട്ടലി ഈ ഒരു 5 സിസ്റ്റത്തിലും നമുക്ക് മെയിനായിട്ട് വളരെയധികം പ്രയാസം ഉണ്ടാകും ആക്ച്വലി യൂസ് ചെയ്യുമ്പോൾ. കാരണം സ്റ്റിയറിംഗ് സിസ്റ്റം നിങ്ങൾക്കറിയാം, ഈ ഗിയർ സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ വളരെയധികം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും നമുക്ക്. സോ വാട്ട് വി ഡു ഈസ് വി ആർ ഇൻട്രൊഡ്യൂസിങ് ദ പവർ സ്റ്റിയറിംഗ് സിസ്റ്റം ഇൻ ടു ദിസ്, ഈ ഒരു മെക്കാനിസത്തിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു പവർ സ്റ്റിയറിംഗ് മെക്കാനിസം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ ഒരു നോർമൽ റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റത്തിൻ്റെ ആകെ വ്യത്യാസം വരികയാണ് ആക്ച്വലി ചെയ്യുന്നത്. സോ എന്താണ് ഈ പവർ സ്റ്റിയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്? ഓക്കെ, സോ പവർ സ്റ്റിയറിംഗ് സിസ്റ്റത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതാണ്, ബട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. ദ പവർ സ്റ്റിയറിംഗ് റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് ദി ഹൈഡ്രോളിക് പവർ ഇൻ അസിസ്റ്റൻസ് വിത്ത് സ്റ്റിയറിംഗ് മോഷൻ. ഓക്കെ, സോ ഈ ഒരു സ്റ്റിയറിംഗ് മോഷന് വേണ്ടിയിട്ട് നമ്മളൊരു ഹൈഡ്രോളിക് പവറിൻ്റെ അസിസ്റ്റൻസ് യൂസ് ചെയ്യണം ആക്ച്വലി ഈ ഒരു സിസ്റ്റത്തിൽ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ പവർ സ്റ്റിയറിംഗ് സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഹൈഡ്രോളിക് പവർ നമ്മളൊരു സ്റ്റിയറിംഗ് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ പവർ സ്റ്റിയറിംഗ് മേക്സ് ദ പമ്പ് വിച്ച് ഫോഴ്സസ് ദ ഫ്ലൂയിഡ് അണ്ടർ പ്രഷർ ടു ഹെൽപ്പ് ദ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്. ഈ ഗിയർ ബോക്സിൽ ഫ്ലൂയിഡ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഫ്ലൂയിഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലൂയിഡിൻ്റെ ഒരു പ്രഷർ യൂസ് ചെയ്തിട്ട്
നമ്മൾ സ്റ്റിയർ ബോക്സിനെ യൂസ് ചെയ്യണം, സ്റ്റിയർ ബോക്സിൻ്റെ മൂവ്മെൻറ്റിനെ യൂസ് ചെയ്യണം. സോ ഓവർകം ദിസ് ഫ്രിക്ഷൻ ആൻഡ് ഈസിലി ടേൺ ദി ഗിയർ ആൻഡ് ഇമ്പാർട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് ദി റോഡ് ആൻഡ് വീൽസ്. ഓക്കെ, സോ റോഡിൽ ഈ പറഞ്ഞ മാതിരി ഇതിൻ്റെ വീൽസിൻ്റെ മൂവ്മെൻറ്റിനെ വളരെ ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം വ്യക്തമായിട്ട് കൃത്യമായിട്ട് മൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ മാതിരി ഒരു ഫ്ലൂയിഡിൻ്റെ അസിസ്റ്റൻസും കൂടെ നമ്മൾ യൂസ് ചെയ്യാണ് ചെയ്യുന്നത് വിത്ത് ബൈ യൂസിങ് ദി പമ്പ് ആക്ച്വലി. സോ ദാറ്റ് ഈസ് വൈ ദ പവർ സ്റ്റിയറിംഗ് മേക്സ് ദ സ്റ്റിയറിംഗ് വീൽ ടു ടേൺ ഈസിലി with a small effort. Okay, so the power steering having a new dimension that uses the electric motors and sensors that use the electric power to run the separately with the battery. Okay, so we are also using these batteries from the power of the battery for this steering mechanism. Okay, by using the sensors and etc. Okay, by using these sensors, the senses the torque and motion of the applying the steering wheel, and based on that the controlling unit and the powers of the motor assist in the steering. So we are also using this power. Okay, we are giving some power from the battery, and that battery power is used for running like working the pump, and that pump is using to give a force to the fluid, and that fluid is exerting a pressure over this mechanism, and what happily, so there will be a yes is a help from this system, and we use the steering system. Okay, easily. So yeah, so we know that then next thing is our steering ratio. Okay, so what is exactly this steering ratio actually? What is exactly this steering ratio? So steering ratio is defined as the ratio of the number of degrees that the steering wheel turns to the number of degrees of the wheel turn. So വീൽ ടേൺ എത്ര ഡിഗ്രി എടുക്കുന്നോ അതുപോലെ തന്നെ എത്രയാണ് നമ്മൾ സ്റ്റിയറിംഗ് റേഡിയസ് എടുക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റിയറിങ്ങിൻ്റെ എത്ര ഡിഗ്രിയാണ് നമ്മൾ തിരിക്കുന്നത്, അതിനനുസരിച്ചുള്ള ഒരു റേഷ്യോ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ഡിഗ്രീസ് ദാറ്റ് ഇൻ ദി സ്റ്റിയറിംഗ് വീൽ. So how much degree we are taking the steering wheel and how much degrees the wheel is turning. Okay, so that is the ratio in between these two is the steering ratio. Okay, so steering ratio സാധാരണയായിട്ട് for the cars it is varies from 12:1 to 20:1. For example, if a person need to turn the wheel 20 degree by one complete revolution of the steering wheel, so the ratio will become 360:20. See, 360 degree is a one complete revolution, so that is to 20. So one revolution of the wheel, which is 20 revolution of the wheel. Okay, 20 degree, if you want to turn the 20 degree by wheel, then you have to turn the 360 degree. Okay, so the highest ratio requires the more turn of the steering wheel, but the effort requires will be less actually. Okay, that is about the steering ratio. So anyway, I hope you understand this our class actually. Anyway, thank you.